ഹേ ഗൈസ്, നമ്മളിപ്പോ എവിടാ നിൽക്കുന്നതെന്നറിയോ? യൂട്യൂബർ അല്ലേ, ഞാൻ വീഡിയോ കാണാറുണ്ട്. എനിക്കെന്തോ ഒരു ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മളൊരു സ്ഥലത്തേക്ക് ഇന്ന് പോവാണ്. ഞങ്ങൾ 5 പേരാണ് ടോട്ടൽ ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിൽ 4 പേരെ ഉണ്ടായിരുന്നു. പ്ലാൻ ചെയ്തിരുന്നത് 4 പേരെ വെച്ചായിരുന്നു. അവസാനം അത് 5 പേരായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങാൻ കുറച്ച് താമസിച്ചു. നിങ്ങൾക്കിപ്പോൾ ടൈറ്റിൽ കാണാം, നമ്മൾ വണ്ടർലയിലേക്കാണ് ഗൈസ് പോകുന്നത്. കണ്ടോ, അവരുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുന്നുണ്ടോ? ഞാനത് ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഗലാൻഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കൊച്ചിലേക്ക് അതൊക്കെ ആയിരുന്നല്ലോ കേൾക്കുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് ടൂറൊന്നും പോകുമ്പോൾ പോയിട്ടൊന്നുമില്ല. വീട്ടുകാരുടെ സേഫ്റ്റി കൺസേൺ കാരണം പോകാൻ പറ്റിയിട്ടില്ല. ചെന്നപ്പോൾ തന്നെ നല്ലൊരു പാർക്കിംഗ് ഉണ്ടായിരുന്നു അവർക്ക്. അത് നല്ല നീറ്റായിട്ട് എല്ലാം ഭയങ്കര സ്പേസിങ് ഒക്കെ അടിപൊളിയായിരുന്നു. അതിന്റെ കയറുമ്പോഴത്തേക്കും പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങോട്ടേക്ക് കയറ്റത്തില്ല. എന്നിട്ട് കയറിയപ്പോൾ നമ്മളെ ഇൻഫ്ലുവൻസ് ആ ഒരു ഇതിലാണ് പോയത്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അവരൊരു ബാൻഡ് തന്നു. ഇതെന്താ സംഭവം? നോർമലി നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ബാൻഡ് ആണെങ്കിൽ ഒരു യെല്ലോ കളർ ആയിരിക്കും. ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് ബ്ലൂ ബാൻഡാണ് കിട്ടിയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 പേർക്ക് കിട്ടി. 4ാമത്തെ ഒരാൾക്ക് നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അതുകൊണ്ട് ഫാസ്റ്റ് ട്രാക്ക് നോർമൽ ടിക്കറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു തിരക്കും ഇല്ല. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്കൊരു ലോക്കർ വേണം എന്തായാലും, ഇത്ര നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടത്തിലുള്ള ഒരാളെ നമ്മൾ അങ്ങോട്ട് വിടണം, ലോക്കർ കീ ഒക്കെ സെറ്റാക്കാൻ വേണ്ടി. അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സംഭവമായിരുന്നു. അത് അവിടെ ഉള്ളത് ഭയങ്കര ആശ്വാസമാണ്. കാരണം അവിടെ ഫാനൊക്കെ ഉണ്ട്, പുറത്ത് ഭയങ്കര ചൂടായിരുന്നു. ഈ ഒരു വാച്ച് കിട്ടി. ഇതാണ് നമ്മുടെ ആ ഒരു കീ. പിന്നെ നേരെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. ബാക്കിയുള്ള സാധനങ്ങൾ നമ്മൾ ലോക്കറിൽ വെച്ച് പൂട്ടാൻ പറ്റും. ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആവുക. കട്ടൻ ഇങ്ങനെ മാറ്റുകയൊക്കെ ചെയ്യാം. ഡ്രസ്സ് ചെയ്ത് ചേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഡ്രസ്സ് അങ്ങനെ വലുതായിട്ടൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല. വീട്ടിൽ നിന്ന് മറ്റേ ടീഷർട്ട് ഇട്ട് ഇറങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് പാൻറ്റ് മാത്രമൊന്നും, എൻ്റെ ജീൻസ് മാത്രമൊന്നും മാറി. ഞങ്ങൾ നേരെ പോയത് ഇതുണ്ട്, റോളർ കോസ്റ്റർ. ആ കേൾക്കുന്ന സൗണ്ട് എല്ലാം നമുക്ക് അതിനകത്ത് കയറിയാലേ നമുക്ക് ഫീൽ ആക്കാൻ പറ്റുള്ളൂ. നമ്മളെ ഇളക്കി മറിച്ച് നമ്മുടെ പരിപാടി തീർക്കും അതിനകത്ത് കയറി കഴിഞ്ഞാൽ. ഞങ്ങളിപ്പോൾ അപ്പോൾ വണ്ടർലയിൽ ഇതുവരെ പോയവരും പോവാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, തലകുത്തി മറിഞ്ഞ് കറങ്ങി പോകുന്നൊരു സാധനം. പക്ഷെ ഇതിലൊന്നും കയറാനുള്ളൊരു ധൈര്യം എനിക്കില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരാദ്യം ഇതിൽ കയറാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അവർ 3 പേര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ക്യൂ നിൽക്കണം. ഫാസ്റ്റ് ട്രാക്ക് ഉള്ളവർക്ക് തന്നെ കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് ആണ് നമുക്കും കിട്ടുന്നത്. പിന്നെ വണ്ടർലയിൽ മെയിനായിട്ട് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന അവരുടെ ആ ഒരു ബിൽഡിങ്ങും അതിൻ്റെ ടോപ്പിലുള്ള ആ ഒരു തൊട്ടിലാട്ടോ സംഭവമൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ഒരു സാധനം ഞാൻ ആലോചിക്കുമായിരുന്നു, അതിനകത്ത് കയറുന്നവരുടെ ഫീൽ, തലകുത്തി നിൽക്കുമ്പോൾ ഒരു ഫീൽ എന്താണെന്ന് ഞാൻ അവിടെ നിന്ന് ആലോചിക്കുമായിരുന്നു. പിന്നെ ഈ റൈഡാണ് ഏറ്റവും മുകളിൽ പോയിട്ട് ഷൂന് താഴെ വരും. ജസ്റ്റ് കിളി പോയി തിരിച്ചു വരും, അത്രേ ഉള്ളൂ. പോയ 2 ആൾക്ക് മാത്രമേ ഇതിനകത്ത് അനക്കമുള്ളൂ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. എങ്ങനെയുണ്ട്? എനിക്ക് സന്തോഷത്തോടെ വയ്യ. ഇത് സുഖം സുഖം തരും. കൂടെയുള്ള അമ്മു അല്ലാണ്ട് വേറൊരു അമ്മുനെ കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മു വെള്ളം ചെയ്തി. അങ്ങനെ ആ അമ്മുനെ കണ്ടോണ്ടിരുന്നപ്പോഴാണ് ഇനി നമുക്ക് സിനിമ കണ്ടിട്ടുള്ള ഐറ്റം കാണിച്ചാലോ? ഹൈറ്റ് പേടിയുള്ള എല്ലാവർക്കും ചെയ്ത് റെക്കമെൻഡ് ചെയ്യുന്നു. നാട്ടിൽ ഞാൻ സൈക്കിൾ ഓടിക്കും കേട്ടോ. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ ഡ്രൈവിംഗ് എളുപ്പമാവാറുണ്ടാ. ലൈസൻസ് വേണ്ട. വണ്ടി ഓടിക്കണ്ട. സെപ്പറേറ്റ് എന്താണ് ഇങ്ങനെ വാ. ഇങ്ങനെ വന്നാലേ കേട്ടോ. അങ്ങനെയല്ല, കറങ്ങി വാ. പോയോ? ഹലോ ഹലോ, എന്തോ ഒരു കാര്യം ചോദിക്കാം, അകത്ത് വെച്ച് ചോദിക്കാം. ആദ്യത്തെ ഉത്സാഹം എനിക്ക് പിന്നെ കേറിയപ്പോ ഉണ്ടായിരുന്നില്ല. ഞാനൊന്ന് തേഞ്ഞു എന്നുള്ളൊരവസ്ഥയായി. ഇനി ഓടിച്ചല്ലേ പറ്റൂ. ഇനി നടക്കപ്പോറത് യുദ്ധം. അതിലങ്ങോട്ട് ഇടിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആരും എടുത്തില്ല കേട്ടോ. ഞാൻ അവിടെ ഇടിച്ചിട്ട് 3-4 വട്ടം അവിടെ നിന്ന് കറങ്ങി. അവിടുന്ന് പിന്നെ ഒടിച്ചൊടിച്ചൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേക്കും റൈഡ് കഴിഞ്ഞു. ശുഭം. അവർ കണ്ടു കാണോ? നല്ല ചമ്മലുണ്ട്, നല്ല വെയിലുണ്ട്. അതൊന്നും നമ്മൾ പുറത്ത് കാണിക്കരുത്. എങ്ങനെയുണ്ടായിരുന്നു? അയാളൊരു ഇൻട്രോവേർട്ട് ആണ്.
അധികം ആൾക്കാരോട് സംസാരിക്കാത്ര പ്രകൃതമാണ്. എങ്ങനെ ഉണ്ടായിരുന്നടാ? നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അവന്റെ ക്യൂട്ട്നെസ് ഒന്ന് നോക്കേ. ഉങ്ക സ്മൈൽ ക്യൂട്ടാ ഇருக்கு. പൂക്കി. ഇത് പൂക്കിയല്ല, കുറച്ച് കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഒരു സേഫ്റ്റിക്ക് ഞാൻ മരുന്ന് പോക്കറ്റിലിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ട് എനിക്കൊന്നും തോന്നുന്നില്ല. റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. ഫ്ലാഷ് ബാക്ക്. ഇതില് കയറാനാണ് അവരുടെ പ്ലാൻ. നമ്മൾ അതിലില്ല. എന്റെ കയ്യിലാണ് ബൈക്ക് പോലെ തോർക്കാതെ ബ്ലോഗ് എടുക്കുന്നത് എന്റെ അനിയൻ. എടാ സ്പീഡ് കൂടുവോ? യേശുട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ? തിരിച്ചറിഞ്ഞല്ലോ. ഇതിനിവിടെ വന്ന ആ ഗ്യാപ്പിൽ നമുക്ക് ഈ ഭരണി കയറാം. ഓട്ടോറിക്ഷ പിടിച്ചു പോണല്ലോ. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റാക്കോ? അല്ല, ഇയാള് കല്യാണം കൂടാൻ വന്നതോ അതോ കള്ളനെ പിടിക്കാൻ വന്നതോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിരിയാ. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട. പക്ഷെ എനിക്കിത് കയറിയിട്ടുണ്ടല്ലോ വലിയ എഫക്റ്റ് ഒന്നും തോന്നി. അപ്പൊ അവർ രണ്ടുപേരും ഈ ടൈമിൽ അവിടെ ക്യൂവിൽ നിൽപ്പുണ്ടായിരുന്നു ആ റെഡി കയറാൻ വേണ്ടിട്ട്. അപ്പൊ പോവാല്ലേ? ഓക്കെ. എന്തൊരു ഐറ്റം ഉണ്ടെന്ന് അറിയോ? ഇത്ര ഹൈറ്റ് ഉണ്ടോ സാധനത്തിന്? സ്റ്റോപ്പിലിട്ടാ ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവേല ഇറക്കാം. ഈ ബഹിരാകാശത്ത് പഠിക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലിമിറ്റ്ലെസ്, കൗണ്ട്ലെസ് ആൻഡ് ഫാബ്രിക്കന്റലി ലൂപ്പ്. സേ അഗൈൻ. ഫാബ്രിക്കലി ആൻഡ് ലൂബ്രിക്കന്റലി ദിസ് ഈസ് വെരി ബിഗ്. വാട്ട് ഈസ് ലൂബ്രിക്കന്റ് ആശർ? ദാറ്റ് ഈസ് എ ഫാക്ട് ഓഫ് ദി നൺ ഓഫ് ദി യുവർ ബിസിനസ്. ആകാശത്തോട്ട് അയ്യോ എടാ ഭ്രാന്തൻ! അയ്യോ ഇതിനകത്ത് ഭ്രാന്തൻ അച്ചോ! ഈ നെക്സ്റ്റ് നമ്മൾ സിനി മാജിക്കിലോട്ടാണ് പോയത്. സംഭവം ഒരു 3D കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു എഫക്റ്റിൽ ഇരുന്നൊരു പടം കാണാൻ പോകും. അപ്പോൾ അവർ ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 3D കണ്ണാടി നമ്മൾ വെച്ച് നോക്കി നേരെ അങ്ങോട്ട് കയറരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ ഊരിയെടുത്ത് വെച്ച് നോക്കി. എന്നിട്ടൊരു ഗ്ലാസ് ഒക്കെ വെച്ചിട്ടൊരു സെൽഫി ഒക്കെ അങ്ങോട്ട് എടുത്തു. ഇനി നമുക്ക് സിനിമ കാണാം. പക്ഷെ അതിന് മുമ്പ് ചില ടെക്നിക്കൽ ചടങ്ങുകളുണ്ട്. ഒരു പക്ക എന്റർടൈൻമെന്റ് ടാസ്ക് ആട്ടോ. സ്വാഗതം. സേഫ്റ്റി ബാർ ലോക്ക് ചെയ്യുന്നതിനായി ഏവരും പുറകിലേക്ക് ചാരിയിരിക്കുകയും കൈകൾ ഉയർത്തുകയും ചെയ്യുക. അയ്യോ, ഇതിനായിരുന്നു കൈവർത്താൻ പറഞ്ഞു. എന്തൊക്കെ തല്ലിപ്പൊളിക്കുന്ന കേട്ടോ. എനിക്ക് എന്റർടൈൻമെന്റ് ഒഴികെ വേറെ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂവോ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ അല്ലായ്മയായിട്ടോ എനിക്കൊന്നും തോന്നിയില്ല. കുറെ പേര് അവിടെ കിടന്ന് കാറുന്നുണ്ടായിരുന്നു. അത് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. ഡിനോസർ വരുമ്പോൾ ഗൊറില്ല ഡിനോസറിനെ ഇടിച്ചിടുന്നു, അതൊക്കെയുണ്ട്. ഓപ്പൺ ചെയ്യുന്നതിനായി ഏവരും പുറകിലേക്ക് ചാരിയിരിക്കുകയും കൈകൾ ഉയർത്തുകയും ചെയ്യുക. നന്ദി. എന്താ ഒരു ആവേശം! ധൈര്യമുള്ളവർക്ക് കയറാം, പേടിയുള്ളവർക്ക് ധൈര്യമുള്ളവർ കയറിയിരിക്കുന്നത് നോക്കി കാണാം. ഈ ടൈമിൽ ഞാൻ ഒരാളെ കണ്ടു. എന്താ ചിരി! അവിടെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. ഈ ഗ്യാപ്പിൽ നമ്മൾ തൊട്ട് താഴെ കാണുന്ന ഈ തവളയില്ലേ, തവള ചാടിപ്പോന്ന്, ഞങ്ങൾ മൂന്നുപേരോട് ഈ തവള ചാടിപ്പോന്നതിൽ കയറി. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ തവളക്ക് ഒരു ഇച്ചിരി ആട്ടം കൂടുതലായിരുന്നു. അപ്പോൾ ഈ കൂടെ ഉള്ള അവൻ എന്നെ ആ മൂന്നാമത്തെ തവളക്കകത്ത് എന്നെ പിടിച്ച് കയറ്റി, അതും ബാക്കിൽ. എനിക്കാണെങ്കിൽ എൻ്റെ കയ്യിൽ ഫോണും ഉണ്ട്, ഫോൺ തെറിച്ചു പോകുമെന്നും പേടി. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഇവരുടെ മുഖത്തെ എക്സ്പ്രഷൻ എനിക്കൊന്ന് കാണണം. അമ്മൂൻ്റെയാണ് കാണേണ്ടത്.
ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. നല്ല ക്യൂ ആയിരിക്കും. ഇവിടെ സെൽഫ് സർവീസ് ആട്ടോ ഉള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ കൊണ്ട് വെക്കും, നമ്മൾ പോയി എടുത്ത് കഴിക്കണം. അപ്പോൾ ചേട്ടൻ ടപ്പ ഡബ്ബയെന്നാണ് ഓരോ ബിരിയാണി ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യൂ വന്നപ്പോഴത്തേക്കും ബിരിയാണി തീർന്നു. അപ്പോഴത്തെ തന്നെ ഓട്ടയം. കുറച്ച് താമസിച്ചിട്ടേ ഫുഡുള്ളൂ, അതുകൊണ്ട് കഴിക്കുന്നത് കഴിക്കുക. ഇത് മറ്റേ ചിക്കനാണ് വേവിച്ചത്. എങ്ങനെയുണ്ട്? ശരിക്കും ബിരിയാണിക്ക് എത്ര റേറ്റ്? ഈ ബിരിയാണിക്ക് എത്ര റേറ്റ്? 400. അത് വെച്ച് നോക്കുമ്പോൾ ഇല്ല അല്ലേ? ഈന്തപ്പഴം കൊള്ളാം. ഇവിടെ ഇല്ല. ഈ വാരിയെടുക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഹെവിയായിരുന്നു. ഞാൻ അത് മൊത്തം ഒന്നും കഴിച്ചില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസിന് ബിരിയാണി 400 സംതിങ് ആണ് ബിരിയാണിക്ക്. നമ്മുടെ സ്ഥലത്തൊക്കെ 180 രൂപയ്ക്കൊക്കെ അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടും. അപ്പോൾ എനിക്ക് അതിൽ വലിയൊരു താല്പര്യമില്ല കേട്ടോ. പക്ഷെ നമുക്ക് അവിടെ കൊണ്ടുപോയി ഫുഡ് കഴിക്കാനും പറ്റില്ല, അത് വേറൊരു ടാസ്ക്. ഇനി നമുക്ക് ഇൻട്രോ എടുക്കാൻ പോവാം. അവിടെയും കുറേ നേരം പോസ്റ്റ് ആയിരുന്നു. പിന്നെ പുറകിൽ വരുന്ന ആ ഒരു റൈഡ് ഉണ്ടല്ലോ, ആ റൈഡിൽ ഞങ്ങൾ കയറി, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് വെള്ളം നനയും എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയി ബാഗിൽ ലോക്കറിൽ വെച്ചു ഫോൺ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആലോചിച്ചത്, പുറത്തുനിന്ന് ഒരു കവർ വയ്ക്കുമായിരുന്നു, ഇങ്ങനെ കഴുതി തൂക്കിയിട്ടിട്ട് കവർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമുണ്ട് ഫോൺ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടി. അത് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് ഓർത്തു. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റേറ്റ് കുറവുണ്ടാവും. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ആ സാധനം കൊണ്ടുപോകണേ, ഇതുപോലെ മണ്ടത്തരം ഒന്നും കാണിക്കരുത്. അതാകുമ്പോൾ ഫോണിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുതി തൂക്കിടുകയും ചെയ്യാം. പിന്നെ നമ്മൾ പതിയെ ലാൻഡ് റൈഡിലേക്ക് തന്നെ നടന്നു. അപ്പോൾ നമ്മൾ വന്ന സ്ഥലമില്ലേ, നേരത്തെ പോയ ലാൻഡ് റൈഡിലോട്ടാണ് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പൂൾ സൈഡാണ്. കുറച്ച് നേരം ഞാൻ റോളർ കോസ്റ്ററിനൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പം ഞങ്ങൾ സ്പ്ലിറ്റായി. എന്നിട്ട് നേരെ സ്കൈ വീലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കേരളയുടെ ഒരു ബിൽഡിങ് കാണാമല്ലോ നമ്മളിങ്ങനെ പോസ്റ്ററിലൊക്കെ, അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സ്കൈ വീലുണ്ട്, തൊട്ടിലാട്ടം. അത് നോർമൽ സ്കൈ വീലിനേക്കാൾ അപേക്ഷിച്ച് സ്പീഡ് ഭയങ്കര കുറവാണ്. അത് ജസ്റ്റ് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വ്യൂ കാണാൻ വേണ്ടി മാത്രം. അപ്പോൾ നമുക്ക് അവിടെ പോവാം. ഈ മാസം ഇത് 2ാമത്തെ പ്രാവശ്യം ഞാൻ കയറുന്നത്. ഇത് പക്ഷെ നല്ല ഹൈറ്റില്ല, ഹൈറ്റ് ജസ്റ്റ് അതിൻ്റെ മേളിലാണ്. കയറി നോക്കാം. ഞാനിവിടെ വന്നിട്ട് റൈഡിലൊന്നും കയറിയില്ല. നമ്മളിനി തൊട്ടിലാട്ടം ഇല്ലേ, സ്കൈ വീൽ, അതിൽ കയറാൻ പോവാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാഷ്റൂം ഒക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മുന്നേ ശരി, ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് എന്നെ ഒരാൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്കൈ വീൽ, തൊട്ടിലാട്ടം ഇല്ലേ, അത് കയറാൻ വേണ്ടി നമ്മൾ താഴെ വന്ന് നിൽക്കുമ്പോൾ ഒരു കുട്ടി എന്നെ കണ്ടിട്ട് എന്നെ ഇങ്ങനെ തോണ്ടിയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ ഓർത്തിനി അവിടെ ആരെങ്കിലും ഇതിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചു. യൂട്യൂബർ അല്ലേ, ഞാൻ വീഡിയോ കാണാറുണ്ട്, എപ്പോഴും കമന്റ് ഒക്കെ ഇടാറുണ്ടെന്ന് പറഞ്ഞു. ജ്യോതിക എന്നാ കുട്ടിയുടെ പേര്. ഞാൻ ആ കുട്ടിക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് പറയാൻ അറിയത്തില്ല. അയ്യോ, ഇപ്പൊ കുറച്ച് നാളായുള്ളൂ ഞാൻ ആക്റ്റീവായിട്ട്. ഫസ്റ്റ് ആദ്യത്തെ ആളാണ് ജ്യോതിക, എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആദ്യത്തെ ആള്. എനിക്ക് എന്തോ പറയണമെന്ന് അറിയില്ല. ആളെ ഞാൻ കാണിച്ചു തരാം, ആൾക്ക് ഓക്കെ ആണെങ്കിൽ. ആൾ താഴെ ഒപ്പം ഉണ്ടായിരുന്നു. ഈ വ്യൂ ഒന്ന് കാണിച്ചു കൊടുക്ക്. ഇത്രയും വലിയ ടോപ്പ് വ്യൂ എന്നാണ് ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറയാൻ പറ്റുന്നത്. എനിക്ക് എന്താ പോലെ എന്തോ ഒരു തിരിച്ചറിയുന്നേ. മറ്റുള്ളവരുടെ വീഡിയോസിലൊക്കെ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കും. നമ്മളിങ്ങനെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നെ ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ എന്നിങ്ങനെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ ഇത് ചുമ്മാ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ പിടിച്ചു നിർത്തി. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ മോളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. എനിക്ക് അറിയില്ല, ഞാൻ മോള് വിചാരിച്ച രീതിയിൽ ഞാൻ അങ്ങോട്ടേക്ക് സംസാരിച്ചെന്ന് എനിക്കറിയില്ല. മോള് വീഡിയോ എന്തായാലും കാണണ്ടാവും. ഞാൻ ആകെ പാനിക്കായി പോയി, എന്തോ ടെൻഷനായി പോയി. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് എങ്ങനെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തതിന്, സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് സ്നേഹം. എനിക്ക് അത്രേ പറയാൻ അറിയുള്ളൂ. എനിക്കറിയില്ല, എനിക്ക് ആ തുടക്കത്തിൽ കണ്ടതിൻ്റെ ഒരു ഇതാ. മൂവാറ്റുപുഴ എവിടെ ആയിട്ടാ? ഇടുക്കിയ എവിടെയാ? എറണാകുളത്ത്. എൻ്റെ വീഡിയോ കാണുന്നുള്ളപ്പോൾ എനിക്ക് എന്തോ ഒരു നോക്കട്ടെ. ആ കൊച്ച് വരുമോ? അവിടെ ഇരിപ്പുണ്ടോ? ആണോ ഗൈസ്? നമ്മളിപ്പോൾ വണ്ടർലയുടെ ആ ഒരു ബിൽഡിങ് കണ്ടിട്ടുണ്ടാവുമല്ലോ, ആ ബിൽഡിങ്ങിന്റെ ടോപ്പിലുള്ള സ്കൈ വീൽ, അതായത് തൊട്ടിലാട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞോ? പോയാ? നാളെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, പോയി. ഞങ്ങൾ പകർത്തിയത് സ്ട്രേഞ്ചർ തിങ്സ്. ഇത് നോക്കിയേ, ഞങ്ങൾ സ്കൈ വീലിന്റെ ഉള്ളിൽ, പക്ഷെ ഫീൽ ആവുന്നേ ഇല്ല. സുഖം പരിപാടി.
അങ്ങ് ടോപ്പ് വ്യൂലായിരിക്കുന്നത്. റോളർ കോസ്റ്ററിൽ കയറണോ? എനിക്ക് ഛർദ്ദിക്കാൻ വരും, എനിക്ക് അറിയില്ല. നമ്മൾ മറ്റേ ലുലുല് കയറിയില്ലേ, അത് ഇത്രയും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് തപ്പിയായിരുന്നു, പക്ഷെ ജ്യോതിക ഇവിടെ എങ്ങും കാണുന്നില്ല. പിന്നെ കാണുമായിരുന്നെങ്കിൽ സംസാരിക്കായിരുന്നു. മിസ് യു ജ്യോതിക. നമുക്കിനി വാട്ടർ റൈഡിൽ പോവാം. വാട്ടർ റൈഡ് 6 മണി വരെ ഉള്ളൂ. ലാൻഡ് റൈഡ് 7 മണി വരെ. അതുപോലെ തന്നെ ലാൻഡ് റൈഡിൽ ചിലത് സിനിമാജിക് ഒരു എക്സ്ട്രാ 2 എണ്ണം കൂടെ ഉണ്ട്, അഡ്വഞ്ചർ പോലത്തെ അങ്ങനെ എന്തോ. അതിൽ നമ്മൾ നനഞ്ഞിട്ട് കയറാൻ പറ്റില്ല. മറ്റൊന്നും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഒരു വാട്ടർ റൈഡിൽ കയറിയിട്ട് 7 മണി വരെ ഉള്ള ഏതെങ്കിലും ലാൻഡ് റൈഡിൽ കയറണം തന്നെ കയറാം. നമ്മളിപ്പോൾ വാട്ടർ റൈഡിലാണ് പോകുന്നത്. 3 hours later. കുറേ നേരത്തേക്ക് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മഴ പെയ്തു, ഫോണിൽ ചാർജ് ഉണ്ടായില്ല. ഫോണിൽ ഇപ്പോഴും ചാർജില്ല. ഫോൺ എടുത്ത് വെക്കണമായിരുന്നു, റൈഡിൽ കയറണമായിരുന്നു. മഴയല്ലേ, അതുകൊണ്ട് ഇപ്പോഴാണ് എടുത്തേ. കണ്ണൊക്കെ പ്രാമ്പിയ പോയി. ഞാൻ അറിഞ്ഞില്ലാന്ന്, ഞാൻ ഈ ക്യാമറ കണ്ടില്ലല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ മുന്നിൽ കൂടെ നടന്നത്. കുറേ സാധനങ്ങളുണ്ടല്ലോ, ലൈറ്റൊക്കെ ഇപ്പം നൈറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നല്ല രസമുണ്ട്. ആ സാധനം ഇല്ലേ, നമ്മൾ നേരത്തെ കയറിയ റൈഡൊക്കെ ഇപ്പം ലൈറ്റ് അല്ലടാ, ഇപ്പം കാണാൻ നല്ല ഭംഗിയില്ല. ഇത് അങ്ങനെ വലിയൊരു മഴ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവിടെ തന്നെ വന്നു. ഓൾമോസ്റ്റ് വാട്ടർ റൈഡ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ലാൻഡ് റൈഡാണ് ലക്ഷ്യം. എനിക്കല്ല, കൂടെ ഉള്ളവർ. ഞങ്ങൾക്ക് മറ്റേ റെയിൻ ഡാൻസ് ഒക്കെ കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ കൂട്ടത്തിലുള്ള ആൾക്കാർ സ്പ്ലിറ്റ് ആയി പോയിട്ട് കാണാതില്ല. എന്നിട്ട് അവർ കണ്ട റൈഡൊക്കെ പോയി എൻജോയ് ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ റൈഡ് പോകാനുള്ള സമയം കട്ടായിപ്പോയി. ശരിക്കും ഭ്രാന്തിച്ച പോലായി. ഇവർ റോളർ കോസ്റ്റർ കയറാൻ പോവാ. എനിക്ക് അതിനുള്ളൊരു ധൈര്യമില്ല. ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? ചിലപ്പോൾ ചെയ്യാൻ തോന്നും, ചിലപ്പോൾ ഞാനും കയറിയാലോ എന്ന് വിചാരിക്കാം. റൈഡൊക്കെ ഓൾമോസ്റ്റ് ക്ലിയറായി. A few moments later. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. അയ്യോ, എന്നെ കൊല്ലാൻ വന്നേ. ഇവൾ ഇതിനകത്ത് തന്നെയാണോ കയറിയത്? എപ്പോ നോക്കിയാലും മുകളിലേക്ക് നോക്കി ചിരിച്ചോണ്ടിരിക്കുക. മുകളിൽ എന്താണാവോ എന്തോ. സന്തോഷായി, നല്ല സന്തോഷായി. സൗണ്ട് ടെസ്റ്റ്. എന്താ പൊന്നെ, ഇത് തുടങ്ങി ആ മേളിലോട്ട് ചെല്ലും. നീ വീഡിയോ എടുത്തായിരുന്നാ? മേളിലോട്ട് ചെല്ലും. മേളിലോട്ട് ചെന്നിട്ട് അങ്ങ് ഇത് ലോക്കല്ലേ, ആ മേളിൽ ചെന്ന് അങ്ങ് അവിടെ നിർത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് വീഴാൻ പോകുന്ന പോലെ തോന്നും. പക്ഷെ ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് വെച്ചേക്കുന്നേ. താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് എന്റെ പൊന്നെ ഇതിങ്ങനെ കറങ്ങുന്നു, തിരിയുന്നു. ഇത് എനിക്ക് പറയാൻ വയ്യ. ഇങ്ങനെ അയ്യോ, എനിക്കിത് ഈ സാധനം ബാക്കിലുണ്ടായിരുന്ന ഇടിക്കുമായിരുന്നു. ഒരിക്കലും അത് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെക്കരുത്, പണി കിട്ടും. അയ്യോ, ഒരു പ്രാവശ്യമെങ്കിലും പേടിയൊക്കെ മാറ്റാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഞാൻ കണ്ണ് തുറന്നിട്ടേ ഇല്ല. എനിക്ക് ചെറിയ ഇയർ ബാലൻസിന്റെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് ഞാൻ കണ്ണ് തുറന്നിട്ടേ ഇല്ല. റൈഡിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ മുടിയൊക്കെ നാച്ചുറൽ കേൾസായി. പിന്നെ അമ്മ ഇതിനകത്തൊക്കെ കയറാൻ വേണ്ടിയിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ റോളർ കോസ്റ്ററിന്റെ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല, അതിന്റെ എഫക്റ്റ് അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ നോക്കുമ്പം 2 ചെറിയ പിള്ളേർ, ഒരു 5-6 വയസ്സ് കാണും. അതുങ്ങൾ കൂളായിട്ട് വന്നിട്ട് അതുങ്ങൾക്ക് കാല് പോലും എത്തൂല, വെയിറ്റ് ചെയ്യുക ബെൽറ്റ് ഇടാൻ വേണ്ടിയിട്ട്. പിള്ളേർക്കുള്ള ധൈര്യം പോലും നമുക്കില്ല. അങ്ങനെ നമ്മൾ വണ്ടർലയോട് വിട പറയാറായി വരുന്നു. ഫോണിൽ ചാർജ് ഇല്ല. എനിക്ക് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായി പോയത്. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പാവ 150 രൂപയ്ക്ക് 2 ബോൾ ഇട്ടാൽ പാവ കിട്ടും. ഓൾമോസ്റ്റ് എല്ലാ റൈഡും അടയ്ക്കാറായി കേട്ടോ. നിങ്ങളിവിടെ വന്നാൽ നൈറ്റ് ഈ ഒരു സമയം ഒരു 7-7:30 ടൈമായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞിട്ടൊക്കെ പോകാവുള്ളൂ. കാരണം നൈറ്റ് നല്ല വ്യൂ ആണ്, നല്ലൊരു വൈബാണ്. അപ്പോൾ രാവിലെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നവർ ഇതിവിടെ ഒന്ന് കണ്ടിട്ട് പോയാൽ നല്ലതായിരിക്കും.
ഗൈസ്, ഇന്നത്തെ വീഡിയോ ഏറെക്കുറെ തീരാറായി. ഞാൻ ഇതുവരെ ട്രിപ്പൊന്നും ഇങ്ങനെ പോയിട്ടില്ല. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകുന്നത്. അപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു, അത് സാധിച്ചു. പിന്നെ അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ കാരണം ഇപ്പോൾ വീഡിയോ ഏറെക്കുറെ എൻഡ് ചെയ്യാറായി. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോവുക. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഈ ഒരു ബാസ്ക്കറ്റിൽ 2 ബോൾ ഇട്ട് കഴിഞ്ഞാൽ 150 രൂപ. പക്ഷേ ഈ കാണുന്ന ഏത് ഭാവമാണേലും കിട്ടും. ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ. ഞാൻ എങ്ങോട്ട് തിരിഞ്ഞാലും താൻ അവിടെ ഉണ്ടല്ലോ. കണ്ടില്ലേ, ആ ഒരു 2 ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഈ കാണുന്ന ഏത് ഭാവമാണേലും കിട്ടും. നമ്മൾ പറയുന്ന സാധനം അവരെടുത്ത് തരും. ഭാവയൊക്കെ കിട്ടിയിട്ട് പരിപാടികളൊന്നും പറഞ്ഞ് നിൽക്കുക. തീർത്ത് കഴിഞ്ഞാൽ പോവായിരുന്നു. ഞാൻ നിരീക്ഷിച്ചതനുസരിച്ച് പാവയെ കിട്ടുന്നവരെക്കാളും പാവയെ കിട്ടാത്തവരായിരുന്നു ഇവിടെ കൂടുതൽ. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ എൻട്രൻസിലേക്ക് ഇറങ്ങിയപ്പോൾ ഇതായിരുന്നു വണ്ടർലയുടെ ആ ഒരു എൻട്രൻസ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നവർ. ഏതൊരു നല്ല ദിവസമാണെങ്കിലും ലാസ്റ്റ് ഒരു മോങ്ങലുണ്ടല്ലോ, ആസ് യൂഷ്വൽ. അങ്ങനെ ഒരു നല്ല ദിവസം തന്ന വണ്ടർലേക്ക് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ നേരെ ആലുവയിലെത്തി. പിന്നെ ഇനി ഫുഡ് കഴിക്കണം. പെരി പെരി അൽഫാം, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, അങ്ങനെ മാറി മാറി ഓരോരുത്തരൊക്കെ ഓർഡർ ചെയ്ത് ഫ്രഷ് ലൈം ഒക്കെ വന്നു. പിന്നെ പാഴ്സൽ കിട്ടി. 2 ചപ്പാത്തി വാങ്ങിച്ചു. ഒരെണ്ണം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഫ്ലാറ്റായി. എനിക്ക് പിന്നെ കഴിക്കാൻ പറ്റണില്ല. എൻ്റെ പ്ലേറ്റിലുള്ള ചിക്കന് ഒരു ചെറിയ മുടി ഇരിക്കുന്നു. പിന്നെ അതൊന്നും ചോദിക്കാനുള്ള ത്രാണിയൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചോദിക്കാനും പോയൊന്നും. അപ്പോൾ ഒരു വലിയ യാത്ര കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുകയും പിന്നെ വർഷങ്ങൾക്ക് ശേഷം എനിക്കും എൻ്റെ ചുറ്റുമുള്ളവർക്കും ഒരു അവസരം കിട്ടുകയും അതിന് ഞാൻ കാരണക്കാരിയാവുകയും ചെയ്യുമ്പോൾ തോന്നുന്നൊരു പ്രൗഡ് മൊമെന്റ് ഇല്ലേ. ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇന്ന് എൻ്റെ സബ്സ്ക്രൈബറേയും കണ്ടു. ഇതിൽ പരം എനിക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.